സ്നേഹം നിറഞ്ഞ അനുജോസ് നിങ്ങളുടെ ആ നേതാവായിട്ട് കൂടെ നടന്നത്. അതിന് ഏറ്റവും അനുയോജ്യനായ വൈദിക സഹോദരങ്ങളുടെ അതിന് ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറക്കുകയും സമർപ്പിക്കുകയും അതിനുവേണ്ടി പ്രതീകമായ ഒരുക്കത്തോടുകൂടി ജീവിക്കുന്ന വൈദികനാണ് സ്നേഹം നിറഞ്ഞ അനുജോസ് അച്ഛനെ എനിക്ക് അടുത്തറിയുന്നത്. ഞാൻ തിരിയും ഇടവകയില് ആദ്യമായിട്ട് വന്നപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായത്. അപ്പൊ ഞാൻ ഈ പഠിപ്പിക്കുന്ന ദൈവശാസ്ത്ര പഠന കളരിയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഞാൻ കണ്ടത് തുര്യം പള്ളിയിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മാസാദ് വെള്ളിയാഴ്ച അവരെല്ലാവരെയും ദൈവസ്തുതിയിലേക്ക് ആനന്ദ തലത്തിലേക്ക്, അപ്പോഴാണ് അവിടെ രോഗസൗഖ്യവും മനസ്സാന്തരവും ഒത്തിരിയേറെ അടയാളങ്ങൾ അവിടെ കാണുവാൻ. ഞാൻ പേടിയോടുകൂടിയാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് പോലും ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പ്രവർത്തനത്തിന് സ്നേഹം പറഞ്ഞ അനുജോസ് എങ്ങനെയാണ് തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത്, അച്ഛൻ തടയുന്ന അതിനുവേണ്ടി ഒരുങ്ങുന്നതും ദിവ്യകാരണ ശാസ്ത്രത്തില് വേർതിരിച്ചറിയണം. ആ വേർതിരിച്ച കണക്കിന് ആളുകൾ കൊല്ലം ടൗണില് ഒരുമിച്ച് കൂടുമ്പോൾ ഒട്ടായച്ചിന്റെ നേതൃത്വത്തിലും ഡൊമിനിക്കച്ചിന്റെ നേതൃത്വത്തിലും ഒക്കെ വലിയ ആഴ്ചകള് ഈ കൊല്ലത്ത് സംജാതമാകുവാൻ അത് കൊണ്ടുവരുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ സ്നേഹം നിറഞ്ഞ അനുജോസിനോടൊപ്പം മാസങ്ങൾ അതിനായി പ്രവർത്തിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈ ഭാരവാഹികളായ നിങ്ങൾ വരെ നിങ്ങൾ അതിനോട് കൂടെ ഉള്ളപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ അങ്ങനെ വ്യത്യാസമോ വേണ്ടിയൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിലും എല്ലാവരുടെയും സംഭാവനയാണ് കരസ്മാറ്റിക് കൂട്ടായ്മ. എല്ലാവർക്കും സംഭാവന ചെയ്യാനായിട്ടുണ്ട്. സമയം കൊടുക്കുകയാണ്, സമയം കൊടുക്കുകയാണ്, മനസ്സ് കൊടുക്കുകയാണ്. എല്ലാവരെയും ഇത്രയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുമ്പോൾ അതിനെല്ലാ സാഹചര്യം ഒരുക്കുവാനായിട്ട് നിങ്ങളാണ് സംഭാവന ചെയ്യുന്നത്. സിസ്റ്റേഴ്സ്